അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. വഅലൈക്കും സലാം വറഹ്മത്തുള്ളാഹി വബറകാതുഹു. മാഷാ അല്ലാഹ്. ഇന്ന് നമ്മൾ പഠിക്കുന്നത് നിസ്കാരത്തെ കുറിച്ചാണ്. എന്തിനെ കുറിച്ചാണ്? ഇതിന്റെ തുടക്കം എങ്ങനെയാണെന്നറിയോ? നിസ്കാരം വിശ്വാസികളുടെ അടയാളം. എന്താണ് നിസ്കാരം? വിശ്വാസികളുടെ അടയാളം. നല്ലൊരു പാട്ടാണ്, നമുക്ക് പാടണ്ടേ? അപ്പൊ നിസ്കാരം എന്ന് പറയുന്നത് മുസ്ലിമിന്റെ അടയാളമാണ്. ഒരു മുസ്ലിമാണ്, അയാൾ എന്ത് ചെയ്തിരിക്കും? നിസ്കരിച്ചിരിക്കും, അല്ലേ? 5 വഖത്ത് നിസ്കാരം ഫർളാണ്, നിർബന്ധമാണ്. 5 വഖത്ത് നിസ്കാരം എന്താണ് എന്ന് പറഞ്ഞാൽ ഒഴിവാക്കാൻ പാടുണ്ടോ? ഇല്ല. ഒഴിവാക്കിയാൽ എന്തുണ്ട്? ശിക്ഷയുണ്ട്, അല്ലേ? എന്നാൽ സുന്നത്തായ ഒരുപാട് നിസ്കാരങ്ങളുണ്ട്. നമ്മുടെ റമളാനിലൊക്കെ തറാവീഹ് നിസ്കരിച്ചില്ലയോ? അത് സുന്നത്താണ്. പിന്നെ ളുഹറിന് മുമ്പും പിമ്പും സുന്നത്തുണ്ട്, അല്ലേ? പിന്നെ പള്ളി കടന്നാൽ സുന്നത്ത് നിസ്കാരമുണ്ട്. അങ്ങനെ ഒരുപാട് നിസ്കാരമുണ്ട്. പക്ഷേ ഇത് 5 വഖത്ത് നിസ്കാരങ്ങളെ കുറിച്ചാണ് നമ്മൾ പറയുന്നത്. ഏത് നിസ്കാരങ്ങളെ കുറിച്ചാ? 5 വഖത്ത് ഫർളായ നിസ്കാരം. ഏത് നിസ്കാരമാ? അപ്പൊ നമുക്ക് അവന്റെ പാട്ടൊന്ന് പാടാം. വരുവിൻ വരുവിൻ കുട്ടികളെ, വരുവിൻ കുട്ടികളെ, വാങ്ക് വിളിപ്പത് കേട്ടില്ലേ, കേട്ടില്ലേ, വരി വരിയായി പോയിടാം, വരിയായി പോയിടാം, അണിയണിയായി നിന്നിടാം, അണിയണിയായി നിന്നിടാം, തക്ബീർ കൊണ്ടു തുടങ്ങുന്നു, തക്ബീർ കൊണ്ട് തുടങ്ങുന്നു, സലാമു കൊണ്ടത് തീരുന്നു, സലാം കൊണ്ടത് തീരുന്നു, 5 സമയം ചെയ്യുന്നു, 5 സമയം ചെയ്യുന്നു, അകവും പുറവും തെളിയുന്നു, അകവും പുറവും തെളിയുന്നു, അല്ലാഹുവിനോടോതുന്നു, അല്ലാഹുവിനോടോതുന്നു, അവനെ വണങ്ങിപ്പിരിയുന്നു, അവനെ വണങ്ങിപ്പിരിയുന്നു, എല്ലാം നിന്നിൽ റഹ്മാനേ, എല്ലാം നിന്നിൽ റഹ്മാനെ, ഞങ്ങൾ അർപ്പിച്ചു സുബ്ഹാനേ. ഞങ്ങൾ അർപ്പിച്ചു സുബ്ഹാനേ. നമ്മൾ എത്രയും പറഞ്ഞു, കുറേ കാര്യങ്ങൾ പറഞ്ഞു. നമ്മൾ ഒരുപാട് ഈ പാട്ടിനകത്ത് ഒരുപാട് കാര്യങ്ങൾ മനസ്സിലാക്കാനുണ്ട്, അല്ലേ? അപ്പൊ നിസ്കാരത്തിന് നമ്മൾ എവിടെ എത്തണം? പള്ളിയിലെത്തണം. വാങ്ക് വിളിച്ചാൽ എന്ത് ചെയ്യണം? പള്ളിയിലെത്തണം. അപ്പം പള്ളിയിലെത്തിയ നിസ്കാരം തുടങ്ങുന്നത് എന്തുകൊണ്ടാണ്? നിസ്കാരത്തിലേക്ക് പ്രവേശിക്കുന്നത് എങ്ങനെയാണ്? തക്ബീർ കൊണ്ടാണ്. എന്തുകൊണ്ടാണ്? ഏതാ തക്ബീർ? അല്ലാഹു അക്ബർ എന്നാ തക്ബീർ ചെയ്യുന്നത്, അല്ലേ? ആ തക്ബീർ ചൊല്ലി നിസ്കാരം തുടങ്ങി, അല്ലേ? ആ തക്ബീർ തന്നെ പറയുന്ന പേരെന്താണെന്നറിയോ? തക്ബീറത്തുൽ ഇഹ്റാം. എന്താണ് ഇഹ്റാം എന്ന് പറഞ്ഞാൽ എന്താണെന്നറിയോ? നമ്മൾ അതുവരെ ചെയ്ത കുറേ കാര്യങ്ങൾ പിന്നെ നമുക്ക് ചെയ്യാനൊക്കത്തില്ല നിസ്കാരത്തിൽ കടന്നാൽ. തക്ബീർ ചൊല്ലിയിട്ട് നമ്മൾ തിരിഞ്ഞു നോക്കുവോ? ഇല്ല. നമ്മൾ ഭക്ഷണം വല്ലതും കഴിക്കുവോ? വേറെടുത്തും സംസാരിക്കുവോ? ഇതെല്ലാം ഹറാമായി മാറി. എന്തായി മാറി? അതാണ് തക്ബീറത്തുൽ ഇഹ്റാം എന്ന് പറയുന്നത്. അല്ലെങ്കിൽ അല്ലാഹു അക്ബർ എന്ന ഒരു തക്ബീർ മാത്രമാണ്. അല്ലെങ്കിൽ എന്താണ് അല്ലാഹു അക്ബർ എന്ന് പറയുന്നത്? എന്താണ്? അങ്ങനെ നിസ്കാരത്തിൽ കടന്നാൽ അതിനൊരു അവസാനിപ്പിക്കുന്നത് എങ്ങനെയാണ്? അതിനൊരു വിരാമം വേണ്ടേ? അത് അവസാനിപ്പിക്കുന്നത് അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി എന്ന് പറയത്തില്ല? വലത്തോട്ട് സലാം പറയും, പിന്നെ അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി എന്ന് ഇടത്തോട്ടും പറയും, അല്ലേ? അപ്പൊ സലാം കൊണ്ടാണ് നിസ്കാരം അവസാനിക്കുന്നത്. എന്തുകൊണ്ടാണ്? അതാണ് പാട്ടി പറഞ്ഞത്. തക്ബീർ കൊണ്ടു തുടങ്ങുന്നു, സലാമു കൊണ്ടത് തീരുന്നു. എന്തുകൊണ്ടാണ് തീരുന്നു? ഇനി നമുക്ക് പഠിക്കേണ്ട എന്തറിയോ? അടുത്ത വരി എന്താണ്? 5 സമയം ചെയ്യുന്നു, അകവും പുറവും തെളിയുന്നു. എന്താണ്? 5 സമയം ചെയ്യുന്നു, അകവും പുറവും തെളിയുന്നു എന്ന് പറഞ്ഞാൽ 5 വഖത്ത് നിസ്കാരങ്ങൾ കൊണ്ട് നമുക്കെന്താണ്? നമ്മുടെ കൽബൊക്കെ നല്ല ശുദ്ധമാവും, അല്ലേ? കൽബിലെ കറയൊക്കെ മാറി നല്ലെപ്പോഴും ആനന്ദവും സന്തോഷവും, അല്ലേ, ആഹ്ലാദവും ഒക്കെ ആയിരിക്കും. ആർക്ക്? 5 വഖത്ത് നിസ്കരിക്കുന്ന കറക്റ്റായിട്ട് ചെയ്യുന്ന ഒരു വിശ്വാസിക്ക് എന്താണ്? അവൻ്റെ മനസ്സിലെപ്പോഴും ടെൻഷൻ കാണുമോ? വിഷമം കാണുമോ? ഒന്നും കാണത്തില്ല. നല്ല സന്തോഷമായിരിക്കും. അതോ അവൻ്റെ പുറമേയുള്ള വിഷമങ്ങൾ മാറും, അല്ലേ? അതാണ് അകവും പുറവും തെളിയുന്നു. ഇനി നമ്മൾ പറയുന്ന ഒരു തവക്കുലാണ്. നോക്ക്. എല്ലാം നിന്നിൽ റഹ്മാനേ, ഞങ്ങൾ അർപ്പിച്ചു സുബ്ഹാനേ. എന്ത് വിഷമങ്ങളും എന്ത് പ്രതിസന്ധിയും ഏത് കാര്യങ്ങളും എല്ലാം ആരിൽ അർപ്പിക്കും? അള്ളാഹുവിലേക്ക് തവക്കുലാക്കും, അല്ലേ? 5 സമയ നിസ്കാരം വിശ്വാസികളുടെ അടയാളം. അടുത്ത വരി അതാണ്. എന്താണ്? നമ്മൾ അതിന് മുമ്പ് പറഞ്ഞതാണ് അല്ലാഹുവിനോടോതുന്നു, അവനെ വണങ്ങിപ്പിരിയുന്നു,
അള്ളാഹുവിനോട് ഓതുന്നു അവനെ വണങ്ങി പിരിയുന്നു. അള്ളാഹുവിനോട് ഓതുന്നു എന്ന് പറഞ്ഞാൽ അള്ളാഹുവിനോട് പ്രാർത്ഥിക്കുന്നു. അള്ളാഹുവിനോട് നമ്മൾ എന്ത് ചെയ്യുന്നു? പ്രാർത്ഥിക്കുന്നു അല്ലേ? നിസ്കാരം കഴിഞ്ഞാൽ നമ്മൾ പെട്ടെന്ന് ഇതാ കിടക്കുന്ന പടച്ചോണെന്ന് പറഞ്ഞ് ഇട്ടിട്ട് പോവുമോ? ഇല്ല. അവിടെ ഇരുന്നുകൊണ്ട് എന്ത് ചെയ്യും? നമ്മൾ നിസ്കാരത്തിന് ശേഷമുള്ള ദിക്റുകളൊക്കെ ഉണ്ട് അല്ലേ? അസ്തഗ്ഫിറുല്ലാഹ് 3 വട്ടം പറയും. പിന്നെ അല്ലാഹുമ്മ അഇന്നി അലാ ദിക്രിക എന്ന് പറയുന്ന ദിക്റുണ്ട് അല്ലേ? അല്ലാഹുമ്മ അന്തസ്സലാമു മിൻകസ്സലാം ദിക്റുണ്ട്. അത് കഴിഞ്ഞിട്ട് നമ്മൾ സുബ്ഹാനല്ലാഹ് 33 ചെല്ലും അല്ലേ? അൽഹംദുലില്ലാഹ് ചെല്ലും, അല്ലാഹു അക്ബർ ചെല്ലും. അത് കഴിഞ്ഞിട്ട് എന്ത് ചെയ്യും? 10 ദിക്റ് ചെല്ലും. ലാ ഇലാഹ അഫ്ളല ദിക്ർ എന്ന് ഉസ്താദ് പറയത്തില്ല? നമ്മൾ 10 ദിക്റ് ചെല്ലും. അത് കഴിഞ്ഞിട്ട് ഉസ്താദ് ദുആരക്കും നമ്മളെല്ലാം എന്ത് ചെയ്യും? ആമീൻ പറയും. നമ്മുടെ എല്ലാ വിഷയങ്ങളും ആ ദുആയിലുണ്ട് അല്ലേ? നമുക്ക് ദുനിയാവിലും ആഖിറത്തിലും കിട്ടേണ്ട എല്ലാ വിഷയങ്ങളും ഉസ്താദ് എന്ത് ചെയ്യുന്നുണ്ട്? നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. നമ്മൾ എന്ത് ചെയ്യുന്നു? ആമീൻ പറയുന്നു അല്ലേ? എന്നിട്ട് എന്ത് ചെയ്യാം? നമുക്ക് ആ നിസ്കാരം കഴിഞ്ഞ് ആ കൂട്ടു പ്രാർത്ഥനയും കഴിഞ്ഞിട്ട് നമുക്ക് എന്ത് ചെയ്യാം? വീണ്ടും ഓടുന്നതുകൊണ്ട് എന്ത് ചെയ്യാം? നമുക്ക് നമ്മുടെ കാര്യങ്ങൾ വീണ്ടും പറയാം. പള്ളിയിൽ നിന്ന് പെട്ടെന്ന് എഴുന്നേറ്റ് പോകുന്നത് നല്ലതല്ല. നിസ്കാരം വീട്ടിൽ കഴിഞ്ഞാൽ ഉടനെ ചാടി ഓടത്തില്ല. നമ്മൾ അങ്ങനെയൊന്നും പാടില്ല. നമ്മൾ അള്ളാഹുവിൻ്റെ ഭവനത്തിൽ ചെല്ലുമ്പോഴും ഇറങ്ങുമ്പോഴും എന്ത് വേണം? വളരെ വിനയത്തോടെ, ഭയഭക്തിയോടെ, സന്തോഷത്തോടെ എവിടെ കിടക്കണം? പള്ളിയിൽ അല്ലേ? അവിടെ കിടന്ന് ഓടിയും ചാടിയും ചെയ്യരുത് അല്ലേ? നമ്മുടെ അമലുകളൊക്കെ പൊളിഞ്ഞു പോകും. കാരണം എന്താ? പള്ളിയിൽ വെച്ച് അനാവശ്യമായി സംസാരിക്കുകയോ ആവശ്യമില്ലാത്ത കാര്യത്തിൽ ഇടപെടുകയൊക്കെ ചെയ്ത് നമ്മൾ ചെയ്യുന്ന അമലുകളൊക്കെ എന്താവും? പൊളിഞ്ഞു പോകും അല്ലേ? അപ്പോൾ അവിടെ എന്താണ് ഇനി അടുത്ത എന്താണ്? 5 സമയം ചെയ്യുന്നു അകവും പുറവും തെളിയുന്നു അള്ളാഹുവിനോട് ഓതുന്നു അവനെ വണങ്ങി പിരിയുന്നു എല്ലാം നിന്നിൽ റഹ്മാനേ ഞങ്ങൾ അർപ്പിച്ചു സുബ്ഹാനേ 5 സമയ നിസ്കാരം വിശ്വാസികളുടെ അടയാളം. അതാണ് നമ്മുടെ ഹെഡിങ് പറഞ്ഞത് അല്ലേ? ഇനി മുറ തെറ്റാതെ ചെയ്യണം മുസ്ലിം ആവാനത് വേണം. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു, ഒരു മുസ്ലിമാണോ അവൻ എന്ത് ചെയ്യും? 5 വഖത്ത് നിസ്കരിച്ചിരിക്കും അല്ലേ? ഇനി എന്തൊക്കെയാണ് ഇത്? എന്തിനു വേണ്ടിയാണ് നിസ്കരിക്കുന്നത്? എപ്പോഴും അള്ളാഹുവിനെ ഓർത്തിടാൻ, തെറ്റുകൾ ചെയ്യാതായിടാൻ. 2 കാര്യങ്ങളാ പാട്ടി പറഞ്ഞത്, വരി പറഞ്ഞത്. എന്തൊക്കെയാ? അള്ളാഹുവിനെ എപ്പോഴും ഓർക്കണം. ഒരു മുസ്ലിം എന്ത് ചെയ്യണം? ഒരു വിശ്വാസി എന്ത് ചെയ്യണം? ഒരു മനുഷ്യൻ എന്ത് ചെയ്യണം? എപ്പോഴും അവൻ്റെ സൃഷ്ടാവിനെ കുറിച്ച് എന്ത് വേണം? ഒരു ഓർമ്മ മനസ്സിൽ വേണം. ആ ഓർമ്മ പുതുക്കാനുള്ള ഒരു മാർഗമാണ് എന്ത്? 5 സമയം നിസ്കാരം അല്ലേ? നമ്മുടെ മറവി ഇങ്ങനെ വരും, വീണ്ടും നമ്മളെ ഉണർത്തും അല്ലേ? അതാണ് നമ്മുടെ പള്ളിയിൽ നിന്നൊക്കെ വാങ്ങു വിളിക്കുമ്പോൾ നമുക്ക് പെട്ടെന്ന് അള്ളാഹുവിന് ഓർമ്മ വേണം കേട്ടോ. ഓടിച്ചെന്ന് അന്നേരം എന്തും പ്രശ്നം ഉണ്ടായാലും നമ്മൾ എന്ത് ചെയ്യും? നിസ്കാരം മുടക്കരുത്. അള്ളാഹുവിനെ ഓർത്തിടാൻ, തെറ്റുകൾ ചെയ്യാതായിടാൻ എല്ലാ നേരവും മുറ പോലെ ചെയ്യുക നിസ്കാരം. എല്ലാ നേരവും മുറ പോലെ ചെയ്യുക നിസ്കാരം. അപ്പോൾ നമ്മൾ എന്താ പറഞ്ഞത്? വരുവിൻ കുട്ടികളെ വാങ്കു വിളിപ്പത് കേട്ടില്ലേ, വരിയായി പോയിടാം, അണിയായി നിന്നിടാം. തക്ബീർ കൊണ്ട് തുടങ്ങുന്നു, സലാമു കൊണ്ടത് തീരുന്നു. 5 സമയം ചെയ്യുന്നു അകവും പുറവും തെളിയുന്നു അള്ളാഹുവിനോടോതുന്നു അവനെ വണങ്ങിപ്പിരിയുന്നു. എല്ലാം നിന്നിൽ റഹ്മാനെ ഞങ്ങൾ അർപ്പിച്ചു റഹ്മാനെ, എല്ലാം നിന്നിൽ റഹ്മാനെ ഞങ്ങൾ അർപ്പിച്ചു സുബ്ഹാനെ. 5 സമയ നിസ്കാരം വിശ്വാസികളുടെ അടയാളം. മുറ തെറ്റാതെ ചെയ്യണം മുസ്ലിം ആവാൻ അത് വേണം. അള്ളാഹുവിനെ ഓർത്തിടാൻ, തെറ്റുകൾ ചെയ്യാതായിടാൻ എല്ലാ നേരവും മുറ പോലെ ചെയ്യുക നിസ്കാരം. അള്ളാഹു തആല 5 സമയം നിസ്കാരം കറക്റ്റായിട്ട് സമയത്ത് യഥാർത്ഥമായിട്ട് നിസ്കരിക്കുന്ന മുഅ്മിനീങ്ങളിൽ അള്ളാഹു തആല നമ്മളെ ഉൾപ്പെടുത്തുമാറാകട്ടെ. ആമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.